വനമേഖലയിൽ മാത്രം കണ്ടിരുന്ന കാട്ടുപന്നിയുടെ സാന്നിധ്യം നഗരങ്ങളിൽ വരെ എത്തിയത് ഗൗരവമായി കാണണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ജില്ലാതല നിയന്ത്രണ സമിതി അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു പ്രദേശത്ത് വന്യമൃഗങ്ങൾ എത്രയുണ്ടെന്ന് സർവേ നടത്തി കണ്ടെത്തുകയും കൂടുതലുള്ളവയെ ഒഴിവാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അക്കേഷ്യ, യൂക്കാലി മരങ്ങൾ എത്രയുണ്ടെന്നും വേനൽക്കാലത്ത് തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എത്രയുണ്ടെന്നും വേനൽക്കാലത്ത് പുല്ല് മുളയ്ക്കുന്നതിനായി വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് മന്ത്രി ചോദിച്ചറിഞ്ഞു. മയിൽ, കുരങ്ങൻ എന്നിവ ജനവാസ മേഖലകളിൽ ശല്യമാകുന്നത് നിയന്ത്രിക്കാനാകണമെന്നും യോഗപ്രകാരം അക്രമകാരികളായ വന്യമൃഗങ്ങളെ ഒഴിവാക്കുന്നതിനായി സർക്കാരിലേക്ക് പ്രൊപ്പോസൽ അയക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക കമ്മിറ്റിയുടെ 12 ഇന അജണ്ട യോഗത്തിൽ അവതരിപ്പിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. പഞ്ചായത്തുകളിൽ വാർഡ് തലത്തിൽ പ്രാഥമിക പ്രതികരണ സംഘം രൂപീകരിക്കണം. കാട്ടുപന്നിയെ നിയന്ത്രിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും കർഷകരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സഹകരണത്തോടുകൂടി നിയന്ത്രിത വധ നടപടികൾ സ്വീകരിക്കണം. പാമ്പുകടി മരണങ്ങൾ കൂടുതലുള്ള ജില്ലയായതിനാൽ സർപ്പ പദ്ധതിയിലേക്ക് കൂടുതൽ പേർക്ക് ട്രെയിനിംഗ് നൽകാൻ സാധിക്കണം. ഫെൻസിംഗിൽ നിർമ്മാണത്തോടൊപ്പം മെയിന്റനൻസ് വളരെ പ്രാധാന്യമേറിയതാണ്. ജനജാഗ്രതാ സമിതി ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. IIT പാലക്കാടുമായി സഹകരിച്ച് കൂടുതൽ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും അജണ്ട അവതരിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ഡെപ്യൂട്ടി കളക്ടർ അൽഫ, പാലക്കാട് DFO ജോസ് തോമസ്, മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വിജയൻ, നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.